ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ PDF ആയിട്ട് മെറ്റീരിയൽ, അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷനിലോട്ട് പോകുന്നില്ല, നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രൊവിഷണൽ ആൻസർ കീ ഓഫ് നേഴ്സസ് Gr.II എക്സാം ബൈ ഹോമിയോപ്പതി സ്റ്റാഫ് നേഴ്സ് ആണ്. അപ്പം ഗവൺമെന്റ് ആയുർവേദ കോളേജിലേക്ക് സ്റ്റാഫ് നേഴ്സിന്റെ തസ്തികയിലേക്ക് നടന്ന ടെസ്റ്റ് എഴുത്ത് പരീക്ഷ ആണ് 28/9/2019 നടന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ തുടർച്ചയായിട്ട് 51 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ആഴ്ച ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റിൽ ഇതിലോട്ട് നോക്കാം. റിപ്പോർട്ട് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ റിപ്പോർട്ട് ഏത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ തന്നേക്കുന്ന ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിപ്പോർട്ട് എപ്പോഴും എന്താണ്, ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻസ് ബി. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നേഴ്സിംഗിന്റെ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഇയർ ടോപ്പിക് ആണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്, അല്ലെ? ഇത്ര ഏരിയയിൽ ആ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ റിപ്പോർട്ട് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടൈപ്സ് ആണെന്ന് അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ടൈപ്സ് ഉണ്ട്, അല്ലെ? ഒഫീഷ്യൽ ആയിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ ആയിട്ട് പേഴ്സണൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും റിലേഷൻഷിപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഒഫീഷ്യൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻസ്. അതിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ സുപ്പീരിയർ ലെവലിൽ നിന്ന് എംപ്ലോയി ലെവലിലേക്ക്, അല്ലെ, അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡൗൺവേർഡ്. അതുപോലെ തന്നെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എന്നുവെച്ചാൽ ഇൻഫർമേഷൻ പാസ് ഫ്രം എംപ്ലോയി ലെവൽസ് ടു സീനിയർ ലെവലിലോട്ടോ അല്ലെങ്കിൽ മാനേജീരിയൽ ലെവൽസിലോട്ടോ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ സെയിം ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഹൊറിസോണ്ടലേക്ക്. പിന്നെ ഇതിൽ ഡയഗണൽ, അത് ഇന്റർ ഡിപ്പാർട്ട്മെന്റലും ഡിഫറെന്റ് ലെവൽസിലുള്ളവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻസ് പറയുന്നത്. ഇതിൽ ഇൻഫോർമൽ പ്രത്യേകിച്ച് ഒരു ഓർഡർലെസ് ഒന്നുമില്ല, നമ്മൾ പേഴ്സണൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ റിപ്പോർട്ട് കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഓരോ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർമലിന് എക്സാമ്പിൾ ഉണ്ട്, ഇൻഫോർമൽ, അതുപോലെ തന്നെ ഡൗൺവേർഡിന് എക്സാമ്പിൾ, അപ്വേർഡ്. അപ്പൊ അതിന്റെ എക്സാംസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സജഷൻ, റിപ്പോർട്ട്, കംപ്ലൈന്റ് ബോക്സ്, ഗ്രൂപ്പ് മീറ്റിംഗ്സ്, അപ്പീല്, കൗൺസിലിംഗ് സെക്ഷൻസ്, അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഏതിൽ പോകും? എല്ലാം ഏതിൽ വരും? ഈസ് എ അപ്വേർഡ് കമ്മ്യൂണിക്കേഷന്റെ കാറ്റഗറി വരും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. How many doses of vitamin is given to a children below 6 years as per National Vitamin A Prophylaxis Program? National Vitamin A Prophylaxis Program പ്രകാരം എത്ര വൈറ്റമിൻ എ ഡോസ് കുട്ടികൾക്ക് 6 വയസ്സിനുള്ളിൽ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് വന്നതാണ് PSC-യിൽ. 7 ഡോസ്, 8 ഡോസ്, 9 ഡോസ്, 12 ഡോസ്. എല്ലാവർക്കും അറിയാം 9 ഡോസ് ആണ് ആൻസർ. വൈറ്റമിൻ എ പ്രൊഫൈലാക്സ് അറിഞ്ഞിരിക്കണം. നോർമലി നമ്മൾ 6 months തൊട്ട് 12 years വരെയുള്ള കുട്ടികളിലാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓറലി കൊടുക്കും. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് എവറി 6 months 2 lakhs ഇന്റർനാഷണൽ യൂണിറ്റ് വെച്ച് 9 ഡോസ് ആണ് മൊത്തം ടോട്ടൽ 6 years കംപ്ലീറ്റിനുള്ളിൽ വെച്ച്. ഇനി അതുകൂടാതെ ചില എൻഡമിക് ഏരിയാസിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എൻഡമിക് ഏരിയാസിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ പറയുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 ഇന്റർനാഷണൽ യൂണിറ്റ് ബിഫോർ കൊടുക്കാം, 6 months ബിഫോർ കൊടുക്കാം. അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് വുമൻ, അല്ലെ, 2 lakhs ഇന്റർനാഷണൽ യൂണിറ്റ് വൺസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Multi-purpose health worker program was started on the recommendation of ഡാഷ് കമ്മിറ്റി. മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ. അപ്പൊ ഒരു ഹെൽത്ത് വർക്കർ തന്നെ പല യൂസിന്, പല വർക്കിന് യൂസ് ചെയ്യുന്ന ആ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഏത് കമ്മിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. കത്താർ സിംഗ്, മുഖർജി, മുതലിയാർ കമ്മിറ്റി, ബോർ കമ്മിറ്റി. അപ്പൊ കമ്മിറ്റി, അതിന്റെ പർപ്പസ്, അതിന് മാത്രം പഠിച്ചാൽ മതി. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ കത്താർ സിംഗ് ഏത് കമ്മിറ്റി, മുഖർജി ഏത് കമ്മിറ്റി, മുതലിയാർ ഏത് കമ്മിറ്റി, ബോർ കമ്മിറ്റി ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ കത്താർ സിംഗ് കമ്മിറ്റി നമ്മൾ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ അല്ലെങ്കിൽ ഫാമിലി കമ്മ്യൂണിറ്റി എന്ന് പറയും. മുഖർജി കമ്മിറ്റി നമ്മൾ ഫാമിലി പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മുതലിയാർ കമ്മിറ്റിയാണ് ദ കമ്മിറ്റി ഈസ് നോൺ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പൊ ഇതാണ് മുതലിയാർ കമ്മിറ്റി. ബോർ കമ്മിറ്റി അറിയാം,
ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഫസ്റ്റ് 1943 സെറ്റപ്പ് ചെയ്ത് 1946 കമ്മിറ്റി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഇയർ വർഷങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യൂണിസെഫ് അറ്റ് യൂണിസെഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ജനീവ, ന്യൂഡൽഹി, പാരീസ്, ന്യൂയോർക്ക്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കണം. ജനീവ നമുക്ക് എല്ലാവർക്കും അറിയാം, WHO ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ജനീവ എന്ന് പറയുന്നത്. പാരീസ് അങ്ങനെ പ്രത്യേകിച്ചില്ല. ന്യൂയോർക്ക് എപ്പോഴും യൂണിസെഫിന്റെ ആണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് മെയിനായിട്ട് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക് ആണ്. അതുപോലെ തന്നെ യൂണിസെഫ്, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എംപ്ലോയ്മെന്റ് യൂണിസെഫും UNO, യുണൈറ്റഡ് നേഷൻ ഓർഗൻസ് ന്യൂയോർക്ക് ആണ്. ഓക്കെ, ഇനി WHO ജനീവ വരുന്ന 3 എണ്ണമാണ് മെയിൻ ആയിട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. പക്ഷെ അതൊന്നും നേഴ്സിംഗ് രീതിയിൽ ഇമ്പോർട്ടന്റ് അല്ല. ഇനി പാരീസ് യുനെസ്കോ, അത് കൾച്ചറൽ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. അതും നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ പാരീസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഇസ് ഏത് വരും? ഓപ്ഷൻ ഡി, ന്യൂയോർക്ക്. അപ്പൊ ന്യൂയോർക്കിൽ ഇമ്പോർട്ടന്റ് നമ്മൾ ഓർത്തിരിക്കണം എപ്പോഴും. ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ യൂണിസെഫും. ജനീവയില് WHO, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു വെച്ചേക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റ് ചെയ്ത് PSCയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, പോപ്പുലേഷൻ കവറേജ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇൻ ഹില്ലി ഏരിയ. ഹില്ലി ഏരിയയിൽ കമ്മ്യൂണിറ്റി സെന്ററിൽ എത്ര പോപ്പുലേഷൻ വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് 1,80,000, 1,20,000, 30,000 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പം അറിഞ്ഞിരിക്കേണ്ടത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ 3 ടയർ സ്ട്രക്ചർ ഓഫ് ഹെൽത്ത്, റൂറൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട് പാർട്ടാണ്. അപ്പം കമ്മ്യൂണിറ്റിയിലും വരുന്നുണ്ട്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷനിലും വരുന്നുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പം ഇത് ഡിവൈഡ് ചെയ്തേക്കുവാണ് പോപ്പുലേഷൻ ബേസിൽ. പ്ലെയിൻ ഏരിയ എന്നും ഹില്ലി അല്ലെങ്കിൽ ട്രൈബൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഏരിയ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് സെന്റർ 5,000, 3,000, പ്രൈമറി ഹെൽത്ത് സെന്റർ 30,000, 20,000, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 1,20,000 മുതൽ 80,000 വരെ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The client electrolytes report shows that serum potassium level is 2.9. Which among the following is an ECG changes that can be expected? അപ്പം ഒരു പേഷ്യന്റിന്റെ പൊട്ടാസ്യം വാല്യൂ നോക്കുമ്പോൾ 2.9. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം 3.5 to 5.5 വരെ ഓൾമോസ്റ്റ് എന്താണ്? നോർമൽ പൊട്ടാസ്യം വാല്യൂ ആണ്. ഇത് എന്ന് വെച്ചാൽ ഹൈപ്പോ കലീമിയയിലോട്ട് പോയി അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ECG ചേഞ്ചസ്? അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ECGയുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്ത് പഠിക്കണം. അപ്പം എന്താണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്? ആബ്സെന്റ് P വേവ്, എലിവേറ്റഡ് T വേവ്, പ്രൊമിനന്റ് U വേവ്, എലിവേറ്റഡ് ST സെഗ്മെന്റ്. അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊമിനന്റ് U വേവ്സ്. അപ്പൊ ഇത് പഠിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. പഠിക്കുന്നത് എപ്പോഴും സെറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. ഹൈപ്പർ കലീമിയ, ഹൈപ്പോ കലീമിയും ഒന്നിച്ച് പഠിക്കണം. ഹൈപ്പർ കലീമിയയിൽ അറിഞ്ഞിരിക്കേണ്ടത് T വേവ് ടോൾ ആണെങ്കിൽ ഹൈപ്പോ കലീമിയയിൽ എന്താവും? അത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആവും അല്ലെ, ഇൻവേർട്ടഡ് ആവും. അതുപോലെ തന്നെ അപ്പിയറൻസ് ഓഫ് എൻ അബ്നോർമൽ U വേവ്, ഈ പോയിന്റ് ആണ് അവിടെ വെരി ഇമ്പോർട്ടന്റ്. അതായത് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു U വേവ് അവിടെ ഇമ്പോർട്ടന്റ്. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പഠിക്കേണ്ടത് ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ ആണ്. ഹൈപ്പോ കാൽസീമിയയിൽ ST-QT ഇന്റർവെൽ ഷോർട്ട് ആവും, ഇവിടെ എന്താവും? അത് വൈഡ് ആവും കേട്ടോ. ഇനി ഹൈപ്പർ മഗ്നീഷ്യമയും ഹൈപ്പോ മഗ്നീഷ്യമയും പഠിക്കണം. അത് ഇതിൽ പ്രൊലോങ്ഡ് PR ഇന്റർവെൽ ആൻഡ് വൈഡ് ആൻഡ് QRS കോംപ്ലക്സ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ടാൾ T വേവ് ആൻഡ് ഡിപ്രസ്ഡ് ST സെഗ്മെന്റ്. അതും അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് ഈ 2 സെറ്റ് വീതം ചെയ്ത് വേണം അത് പഠിക്കാൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tose sign is the latent tetany, a clinical test for which electrolyte abnormality? അപ്പം ടോസെ സൈൻ ഈസ് ലേറ്റന്റ് ടെറ്റനി. അപ്പം ടെറ്റനി നമുക്കറിയാം ഹൈപ്പോകാൽസീമിയയുടെ കോംപ്ലിക്കേഷൻ. അപ്പം
കലീമിയ, ഹൈപ്പോകാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോനട്രീമിയ. ആൻസർ ഈസ് സിമ്പിൾ, എല്ലാവർക്കും അറിയാം, ആർക്കും തെറ്റത്തില്ല. ഓപ്ഷൻ ബി ആണ്. അപ്പം അറിഞ്ഞിരിക്കണം ട്രോസേ സൈൻ, ചോസിക് സൈൻ രണ്ടും ടെറ്റനി അല്ലെങ്കിൽ ഹൈപ്പോകാൽസീമിയ എന്ന് മനസ്സിൽ ഓർത്തോണം. അപ്പം ട്രോസേ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പി കഫ് എടുത്തതിന് ശേഷം അത് ആന്റീരിയർ ക്യൂബിറ്റൽ ഫേസിൽ എബോവ് വെച്ച് നമ്മൾ കംപ്രസ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യും, പ്രഷർ കൊടുക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഒരു സ്പാസം അടിക്കും. അബ്ഡക്ഷൻ ഓഫ് തമ്പ്, ഫ്ലെക്ഷൻ ഓഫ് മെറ്റാകാർപ്പൽ ജോയിന്റ്, എക്സ്റ്റൻഷൻ ഓഫ് ഇന്റർപാലഞ്ചർ ജോയിന്റ്, ഫ്ലെക്ഷൻ ഓഫ് റിസ്റ്റ്, അങ്ങനെ ഒരു അബ്നോർമൽ ഹാൻഡ് മൂവ്മെന്റ് വരുന്നതാണ് ട്രോസേ സൈൻ. ചോട്ട്വിക് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫേഷ്യൽ ടെസ്റ്റിംഗ് അല്ലെ, കൺട്രാക്ഷൻ ഓഫ് ദ എപ്സിലാറ്ററൽ ഫേഷ്യൽ മസിൽ എലക്സ്റ്റഡ് ബൈ ടാപ്പിംഗ് ദ ഫേഷ്യൽ നെർവ് ജസ്റ്റ് ആന്റീരിയർ ടു ദ ഇയറിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ജസ്റ്റ് ടാപ്പിംഗ് ചെയ്യുമ്പോൾ പേഷ്യന്റ് എന്ത് ചെയ്യും, ലിപ്പും ടിച്ചിങ് ഉണ്ടാകും. ടിച്ചിങ് ഓഫ് ലിപ്പ് ടു ദാറ്റ് സൈഡ് അല്ലെ, അങ്ങോട്ട് ലിപ്സ് ഇവിടെ ചെവിയുടെ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ ലിപ്സ് ആ കോർണറിലോട്ട് ടിച്ച് ചെയ്ത് മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്ന ട്രോസേസ് സൈൻ. ഇനി അടുത്ത നെക്സ്റ്റ്, what type of acid base imbalance most likely to experience in patient with chronic obstructive pulmonary COPD? അപ്പം which type of acid base imbalance is most likely to experience in patients with ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി. അപ്പൊ COPD ഉള്ള ഒരു പേഷ്യൻസിന് എന്ത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് അവിടെ വരുന്നതെന്ന് ആണ് ചോദ്യം തന്നേക്കുന്ന. മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്. സിമ്പിൾ ആണ്. ഓപ്ഷൻ മെറ്റബോളിക് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. അപ്പം അത്യാവശ്യം നമ്മൾ സിസ്റ്റം വൈസിൽ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ CNS കോമയിൽ വരുന്നുണ്ട്, CVS, റെസ്പിറേറ്ററി, എൻഡോക്രൈൻ, അതിലെല്ലാം റിലേറ്റ് ചെയ്ത് ഓരോ അസിഡോസും ആൽക്കലോസും പഠിക്കാനുണ്ട്, റീനൽ ആയാലും എല്ലാ സിസ്റ്റം. അപ്പം നമ്മൾ റെസ്പിറേറ്ററി എടുത്തു കഴിഞ്ഞാൽ ടക്കീപ്നിയ, ബ്രാഡിപ്നിയ ബേസ് ചെയ്തുകൊണ്ട് ടക്കീപ്നിയയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ടും ബ്രാഡിപ്നിയയിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷനുമാണ് അവിടെ വരുന്നത്. അപ്പം ബ്രാഡിപ്നിയെ റിലേറ്റ് ചെയ്താണ് COPD വരുന്നത്, അവിടെ റെസ്പിറേറ്ററി അസിഡോസിസ്. ഇനി ടക്കീപ്നിയ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഹൈപ്പർ വെന്റിലേഷൻ ആണ് എടുക്കുന്നത്, മോർ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, ബൈകാർബണേറ്റ് ലെവൽ കൂടുമ്പം അവിടെ എന്തുണ്ടാവും, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അപ്പം ഇതൊക്കെ റോങ് രീതിയിൽ ആസിഡ് ബേസ് ഇംബാലൻസിൽ പഠിക്കാനുള്ളതാണ്. അപ്പം അതൊക്കെ ക്ലാസ്സുകളിൽ മോർ ഡിസ്കഷൻ നടക്കാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ സിറം ആൽബുമിൻ ലെവൽ? വാട്ട് ഈസ് ദ നോർമൽ സിറം ആൽബുമിൻ ലെവൽ? ആൽബുമിന്റെ നോർമൽ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് 3.4 to 5.4, 6 to 8 gram, 2.5 to 6.2 milligram per DL, 4.5 to 8 milligram per DL. അപ്പം ആൽബുമിൻ ടെസ്റ്റ് പ്രോട്ടീൻ ടെസ്റ്റ് ആണ്. അപ്പം മെയിൻലി സിറത്തിൽ വരുന്ന പ്രോട്ടീൻ ആണ്. ബ്ലഡിൽ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, അക്സസറി ആയിട്ടുള്ള പ്രോട്ടീനും ഉണ്ട്, മെയിൻ ആയിട്ടുള്ള സിറം പ്രോട്ടീൻ ഉണ്ട്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ തന്നെ എന്തുണ്ട്, ആൽബുമിൻ സിറം ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് അപ്പം ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആൽബുമിന്റെ നോർമൽ വാല്യൂ, ഗ്ലോബുലിന്റെ, ഫൈബ്രിനോജന്റെ എല്ലാം നോർമൽ വാല്യൂ. അപ്പം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറം പ്രോട്ടീൻസ് ആണ്. HbA1c ഈസ് എ ടെസ്റ്റ് ഫോർ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. HbA1c എന്തിന്റെ ടെസ്റ്റ് ആണ്? അനീമിയ, ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫോർ 3 months, ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ, ഹെപ്പറ്റൈറ്റിസ് സി ആന്റിബോഡി. എല്ലാവർക്കും അറിയാം HbA1c കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? മെയിൻലി ഡയബറ്റിക്സ് പേഷ്യന്റിന്റെ കൺട്രോളിൽ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന HbA1c. അപ്പൊ 7% ലോവർ ആണെങ്കിൽ നമുക്ക് ഗുഡ് കൺട്രോൾ ഓഫ് ഡയബറ്റീസും, 7 to 8 റേഞ്ചിലാണെങ്കിൽ ഫെയർ കൺട്രോൾ ഓഫ് ഡയബറ്റീസും, അതുപോലെ തന്നെ ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പുവർ കൺട്രോൾ. അപ്പം ഗുഡ്, ഫെയർ, പുവർ ആ രീതിയിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എപ്പോഴും 7 താഴെ എന്നാൽ മാത്രമേ നമുക്ക് എന്താന്ന് പറയാം, ഡയബറ്റീസ് കൺട്രോൾ എന്ന് പറയാൻ പറ്റൂ. 7 to 8 ആണെങ്കിൽ ഫെയർ, മോർ ദാൻ 8 വന്നാണെങ്കിൽ പുവർ കൺട്രോൾ ഓഫ് ഡയബറ്റീസ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following intravenous solution is a hypertonic solution? Which among the following is intravenous solution is a hypertonic solution എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം തന്നിരിക്കുന്നതിൽ ഏതാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ? 5% ഡെക്സ്ട്രോസിൻ വാട്ടർ, റിംഗർ ലാക്ടേറ്റ്, 0.9% സോഡിയം ക്ലോറൈഡ്, 3% സോഡിയം ക്ലോറൈഡ്. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഹൈപ്പർടോണിക് സൊല്യൂഷൻസ്
ആൻസർ ഏതാണെന്നുള്ളതാണ് 3% സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പം നമ്മൾ ഐസോട്ടോണിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാമാസ്കുലർ സ്പേസിൽ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് സെയിം കമ്പാർട്ട്മെന്റ് അതേ ടോൺസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഐസോട്ടോണിക്. ഇനി ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഫ്ലൂയിഡ് ഫ്രം വെസൽസ് ആൻഡ് മൂവ് ഫ്ലൂയിഡ്സ് ഇൻ ടു ദ സെൽസിലോട്ട് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ്. അപ്പം സെല്ലിൽ നിന്ന് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെല്ലിലോ ഉള്ളിലോട്ട് അല്ലെ ഫ്ലൂയിഡ് ഫ്രം ദ വെസൽ ആൻഡ് മൂവ് ഫ്ലൂയിഡ് ഇൻ ടു ദ സെൽ സെൽസിനുള്ളിലോട്ട് ഫ്ലൂയിഡ് കണക്ട് ചെയ്യുന്നതാണ് ഹൈപ്പോട്ടോണിക്. ഇനി ഹൈപ്പർട്ടോണിക് എന്ന് പറയുമ്പോൾ ഡ്രോ ഫ്ലൂയിഡ് ഔട്ട് ഓഫ് ദ സെൽ സെല്ലിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പർട്ടോണിക്. അപ്പൊ ടോൺസിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആ പ്രഷർ ഗ്രേഡിയന്റ് ചേഞ്ച് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം ബ്ലഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനുമായിട്ട് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ബ്ലഡിനേക്കാൾ ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൈപ്പർട്ടോണിക് എന്നും ബ്ലഡിനെ അതേ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐസോട്ടോണിക് എന്നും ഇനി നമ്മൾ ബ്ലഡിനേക്കാൾ കുറഞ്ഞ ടോണിലുള്ള കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം ഹൈപ്പോട്ടോണിക്. അപ്പൊ ബ്ലഡിന് നോർമൽ സെലൈൻ അല്ലെ ലിംഗർ ലാക്ടേറ്റ് 5% ഡെക്സ്ട്രോസ് അങ്ങനെയുള്ളതെല്ലാം ഏതിൽ വരും ഐസോട്ടോണിക്കിൽ വരും. ഹൈപ്പോട്ടോണിക്കിൽ ഹൈപ്പോട്ടോണിക്കിൽ ഹാഫ് നോർമൽ സെലൈൻ ഹാഫ് എൻഡൻസ് അതെല്ലാമാണ് വരുന്ന 3% 5% 25% ഗ്ലൂക്കോസ് അതെല്ലാം ഏതിൽ വരും ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് Which maneuver is used to open the airway during CPR in patient with suspecting spinal cord injury? അപ്പൊ സ്പൈനൽ കോഡ് ഇഞ്ചറി സസ്പെക്ട് ചെയ്യുന്ന പേഷ്യന്റിന് ഏത് മാനുവർ ആണ് യൂസ് ചെയ്യുന്നത് ഓപ്പൺ ദ എയർവേ ഇൻ CPR എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അറിഞ്ഞിരിക്കണം. നെക്ക് ഫ്ലെക്സ്ഡ് പൊസിഷൻ, ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് മാനുവർ, ജോ ത്രസ്റ്റ് മാനുവർ, ഹെൽമിഞ്ച് മാനുവർ. അപ്പം അതിലേതെന്നാണ് ചോദ്യം. അപ്പം അറിഞ്ഞിരിക്കണം. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ജോ ത്രസ്റ്റ് മെത്തേഡ് ആണ്. അപ്പം ദിസ് ഈസ് ദ സേഫസ്റ്റ് മെത്തേഡ് ഓപ്പണിംഗ് ദ എയർവേ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി. അപ്പം നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അവിടെ സെർവിക്കൽ സ്പൈൻ ഇഞ്ചറി ഉണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ഫർദർ കോംപ്ലിക്കേഷൻ ഒക്കെ പോകും. അതുകൊണ്ടാണ് ജോ ത്രസ്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. സിംപിളി എന്ത് ചെയ്യുന്നു അതിൽ പ്ലേസിംഗ് ദ ഫിംഗർ ബിഗെയിൻ ദ ആംഗിൾ ഓഫ് ജോയിൽ ഫിംഗർ പ്ലേസ് ചെയ്തതിന് ശേഷം ബ്രിങ് ഹെഡ് ഫോർവേഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ജോ ത്രസ്റ്റ് മെത്തേഡ്. അപ്പൊ ഇതാണ് ജോ ത്രസ്റ്റ് മെത്തേഡ്, ഇതാണ് എന്തെന്ന് പറയുന്നത് ചിൻ ലിഫ്റ്റ് മെത്തേഡ്. അപ്പം അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Beck's triad is a collection of 3 medical signs associated with the cardiac tamponade. It includes except one of the following. അപ്പൊ Beck's triad മൂന്ന് സിംറ്റംസ് ആണ് മൂന്ന് സൈൻസ് ആണ് വരുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഫൈൻഡിങ് കിട്ടുന്നതിന് സയൻസ് എന്നും സബ്ജക്റ്റീവ് ആയിട്ട് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഫീലിംഗിനെ നമ്മൾ സിംറ്റം എന്നുമാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ട് 3 സൈൻ ആണ് കിട്ടേണ്ടത്. അതേതെന്നാണ് ചോദ്യം. ഡിക്രീസ് സിസ്റ്റോളിക് BP, ഡിസ്റ്റന്റ് ജുഗുലാർ വെയിൻ, വൈഡൻ പൾസ് പ്രഷർ, മഫിൾഡ് ഹാർട്ട് സൈൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3D വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. 3D ആണ് കാർഡിയക് ടംബണൽ. അപ്പം ഒന്നാമത് മഫിൾഡ് ഹാർട്ട് സൗണ്ട് അല്ലെ, ഡിസ്റ്റന്റ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്, ഡിസ്റ്റന്റ് നെക്ക് വെയിൻ, ഡിക്രീസ്ഡ് പൾസ് പ്രഷർ അല്ലെ. ഡിക്രീസ് സിസ്റ്റോളിക് BP എന്ന സെയിം തന്നെ ഡിക്രീസ്ഡ് പൾസ് പ്രഷർ. അപ്പം ഈ മൂന്നുമാണ് കാർഡിയക് ടംബണയിലെ 3Ds. അപ്പം 3D വേറെ കണ്ടീഷനിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നെക്സ്റ്റ്, പുവ തെറാപ്പി ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ്. പുവ തെറാപ്പി എന്തിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യനകത്ത് വന്നേക്കുന്നത്. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ട സോറിയാസിസ്, ഫറങ്കിൾ, അതുപോലെ തന്നെ സ്ക്യൂമസ് സെൽ കാർസിനോമ, ഇംപെൻഡിഗോ. അപ്പൊ ഏതിലാണ് നമ്മൾ പുവ തെറാപ്പി യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം അത് അറിഞ്ഞിരിക്കണം. പൂവ തന്നെയാണ് അതിന്റെ കോഡ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ പൂവ പൂവ തന്നെ അതിന്റെ കോഡ് ഇട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാവയലറ്റ് ഡെർമറ്റോളജി തെറാപ്പിയാണ് ഈ പൂവ എന്ന് പറയുന്നത്. അപ്പം അതിൽ സോറാസിസ്, ലിച്ചൻ പ്ലാനസ്, അതുപോലെ തന്നെ ടെറിയാസിസ്, പിന്നെ അർട്ടിക്കേറിയ, പിന്നെന്താണ് വിറ്റിലിഗോ, അതുപോലെ തന്നെ അലോപേഷ്യ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. അപ്പം ഇത്രയും ചേർന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്ന പൂവ. അപ്പം ഇത്രയും ട്രീറ്റ്മെന്റിൽ കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? പൂവ തെറാപ്പി കൊടുക്കും. അപ്പൊ എളുപ്പമാണ്, P വെച്ച് പഠിച്ചോണം. 3 P ആണ്: സോറിയാസിസ്, ലിച്ചൻ പ്ലാനസ്, ടെറിയാസിസ്, റോസ്റ്റിയ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ഇല്ല. സോറിയാസിസ്. ഓക്കെ. അടുത്ത U, അർട്ടിക്കേറിയ, വെരി ഇമ്പോർട്ടന്റ്, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. വിറ്റിലിഗോ
വിറ്റ്ലിഗോ ആൻഡ് അട്രോപിക് ഡെർമറ്റൈറ്റിസ്. അപ്പൊ പൂവ തന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് തന്നെ കോഡ് ഇട്ട് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലോവർ സ്കെയിൽ ദ മസിൽ സ്ട്രെങ്ത് അസസ്മെന്റ് ഓഫ് Grade 3 ഫെയർ ഇൻഡിക്കേറ്റ്. അപ്പൊ സ്ട്രോക്സിലൊക്കെ സ്ട്രോക്ക് പേഷ്യൻസിന്റെ ഒക്കെ മസിൽ സ്ട്രെങ്ത് അസസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം Grade 3 എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആക്റ്റീവ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഫുൾ റെസിസ്റ്റൻസ്, ആക്റ്റീവ് മൂവ്മെന്റ് ഓൺ പ്ലാസ്റ്റർമസ്, ആക്റ്റീവ് ഫ്ലിക്കർ ഓർ ട്രേസ് കോൺട്രാക്ഷൻ, ആക്റ്റീവ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പം അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആക്റ്റീവ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ലോവർ സ്കെയില്. അപ്പം 0 വെച്ചാൽ നോ മൂവ്മെന്റ്, ട്രേസ് മൂവ്മെന്റ് വരുന്നത് 1 പോയിന്റ്. ഇനി ഫുൾ റേഞ്ച് ഓഫ് മെഷീൻ വിത്ത് ഗ്രാവിറ്റി സപ്പോർട്ട് ലോഡ് കൊടുക്കുന്നത് 2 പോയിന്റ്, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ വിത്ത് ഗ്രാവിറ്റിയിൽ 3, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരോട് ചെയ്യുന്നത് 4, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വിത്ത് ഫുൾ റെസിസ്റ്റൻസ് മീൻസ് കംപ്ലീറ്റ്ലി നോർമൽ ഈസ് 5. അപ്പം 0, 1, 2, 3. അപ്പൊ 0 ട്രേസ്, പുവർ, ഫെയർ, ഗുഡ്, നോർമൽ. ഈ രീതിയിൽ ലിറ്റർ സ്കെയിൽ ഉണ്ട്. അത് പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടു മൂന്ന് സ്ഥലത്ത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്തിടയ്ക്ക് എക്സാംസുകൾ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഹോർമോൺ ഡെഫിഷ്യൻസി കോസ് അനീമിയ എമോങ് പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ പേഷ്യൻസിന് ഏത് ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എർത്രോപോയറ്റിൻ, അൽഡോസ്റ്റിറോൺ, റെനിൻ, ADH. അപ്പം അറിയാം, എർത്രോപോയറ്റിൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പം നോർമൽ എർത്രോപോയറ്റിൻ വേണം, അല്ലെങ്കിൽ എന്തുണ്ടാവും, എർത്രോപോയറ്റിൻ സിന്തസൈസ് വരും. അപ്പൊ എർത്രോപോയറ്റിൻ സിന്തസൈസ് കുറയും. എർത്രോപോയറ്റിന്റെ അളവില്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് എന്താണ്ടാവും, ഹൈപ്പോക്സിയ അങ്ങനെയുള്ള അപ്പം ഡാമേജ് കിഡ്നിയിൽ എർത്രോപോയറ്റിന്റെ അളവ് കുറയുന്നത് കൊണ്ട് റെഡ്യൂസ് ബ്ലഡ് സെൽസ്, റെഡ്യൂസ് ഓക്സിജൻ കപ്പാസിറ്റി, ലീഡിങ് ടു അനീമിയ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Desmopressin acetate (DDAVP) is prescribed for the treatment of diabetes insipidus. Which among the following is indicate client therapeutic response to the patient? അപ്പം desmopressin acetate അപ്പം ഫോർ ദ ട്രീറ്റ്മെന്റ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന പേഷ്യന്റിന് വാസോപ്രസിന്റെ അളവ് കുറഞ്ഞത് കൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഡെസ്മോപ്രസിൻ സിന്തറ്റിക് ആയിട്ട് കൊടുത്തു. അങ്ങനെ അത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് പേഷ്യൻസിന് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിക്രീസ് ബ്ലഡ് പ്രഷർ, യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ്, നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഡിക്രീസ് പെരിഫറൽ എഡ്മ. ഡിക്രീസ് ബ്ലഡ് പ്രഷർ, യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസസ്, നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഡിക്രീസ് പെരിഫറൽ എഡ്മ. ആൻസർ സിമ്പിൾ ആണ്, യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ് അല്ലെ. കാരണം ഇൻസിപ്പിഡസി അൺകൺട്രോൾഡ് ആയിട്ട് എന്തോരും ADH ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് കിഡ്നിയിൽ എന്ത് ചെയ്യും, അതിനെ റിട്ടൻഷൻ ചെയ്യാനുള്ള ഹോർമോൺസിന്റെ അഭാവം മൂലം എന്ത് ചെയ്യും, ഒരുപാട് യൂറിൻ എലിമിനേറ്റ് ആയി പോകും അല്ലെ. ഒരുപാട് യൂറിൻ എലിമിനേറ്റ് ആവുന്നതാണ്. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ അളവ് കുറയും. അപ്പൊ DDAVP ഇഞ്ചക്ഷൻ, ഇതാണ് അതിന്റെ ടോപ്പിക്സ്. അപ്പൊ ഇതിൽ കൊടുക്കുന്ന ഡെസ്മോപ്രസിൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 3 രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓറൽ, സബ്ക്യൂട്ടേനിയസ് ആൻഡ് നാസൽ സ്പ്രേ ഒക്കെ ആയിട്ട് മോഡിൽ വരുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് റീപ്ലേസ് ദ ഫ്ലൂയിഡ് ആൻഡ് സലൈൻ ഗ്ലൂക്കോസ് ആൻഡ് മോണിറ്റർ ഇന്റേക്ക് ഔട്ട്പുട്ട് ചാർട്ട് ആണ് അവിടെ പ്രയോറിറ്റി. അപ്പം യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി, ഇലക്ട്രോലൈറ്റ് മാനേജ്മെന്റ്, അതുപോലെ അഡ്വേഴ്സ് റിയാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേഴ്സിംഗ് ഇതിൽ വരും. അപ്പൊ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് എപ്പോഴും അറിയുന്നത് എന്താണ്, യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസിങ് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ വിപ്പിൾ പ്രൊസീജിയർ? വിപ്പിൾ പ്രൊസീജിയറിന്റെ അതർ നെയിം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്യാസ്ട്രോജിനോസ്റ്റമി, ഗ്യാസ്ട്രോഡിയോഡിനെസ്റ്റമി, പാങ്ക്രിയോഡിയോഡിനെക്ടമി, കൊളാഞ്ചിയോ പാങ്ക്രിയോട്ടോഗ്രാഫി. അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. പാങ്ക്രിയാറ്റിക്കോ ഡിയോഡിനെക്ടമി ഈസ് ഓൾസോ നോൺ ആസ് വിപ്പിൾ പ്രൊസീജിയർ. അപ്പൊ മേജർ സർജിക്കൽ ഓപ്പറേഷൻ ഫോർ പെർഫോംഡ് ടു റിമൂവ് ദ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ഓഫ് ദ പാങ്ക്രിയസ്. ഹെഡ് ഓഫ് ദ പാങ്ക്രിയസ് ക്യാൻസർ വരുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, പാങ്ക്രിയാറ്റിക്കോ ഡിയോഡിൻ. അപ്പൊ പാങ്ക്രിയം കട്ട് ചെയ്യുന്നു, ഡിയോഡിനം കട്ട് ചെയ്യുന്നു അല്ലെ, പാങ്ക്രിയാറ്റിക്കോ ഡിയോഡിനെക്ടമി. അപ്പം കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ ഡിയോഡിനം സ്റ്റൊമക്കിന്റെ പാർട്ടൊക്കെ കട്ടാവും. അപ്പം അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വിപ്പിൾ സർജറി. അപ്പം അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ്. വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ കാർഡിയക് ഐസോ എൻസൈം യൂസ്ഡ് ടു ഡയഗ്നോസ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ? മോസ്റ്റ് റിലയബിൾ എന്ന് വെച്ചാൽ മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞെടുക്കാം അല്ലെ. അപ്പം നമുക്ക് ഏതാണ് അവിടെ കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്ന AST, ടോപ്പ് ഐ, മയോഗ്ലോബിൻ, CKMM അറിയാം എല്ലാവർക്കും. മോസ്റ്റ് ഇത് ടോപ്പ്
ടി ആൻഡ്. അപ്പം നമ്മൾ കാർഡിയാക് ബയോളജിക്കൽ മാർക്കേഴ്സിനെ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലീക്കേജ് മാർക്കേഴ്സും രണ്ടാമത്തെ ഫങ്ഷണൽ മാർക്കേഴ്സും. ലീക്കേജ് മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രോപ്പ് ഐ കേട്ടോ. അതൊക്കെയാണ് ലീക്കേജ് മാർക്കേഴ്സ്. കാർഡിയക് ഡാമേജ് ആവുമ്പോൾ അവിടെ വരുന്ന കൺട്രാക്ടൈൽ പ്രോട്ടീൻസ് അല്ലെ. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മയോഗ്ലോബിൻ, ക്രിയാറ്റിനൈനസ്, LDH, AST, മയോസിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഫങ്ഷണലി ഹാർട്ട് ഫെയിലിയർ ആകുമ്പോൾ വരുന്ന ബയോളജിക്കൽ മാക്ടേഴ്സ് ആണ് ബ്രെയിൻ നേട്രിക് പെപ്റ്റൈഡ്, സി റിയാക്റ്റീവ് ആന്റി നേട്രിക് പെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എൻഡോതെലിൻ, നോണെഫ്രിൻ, റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് ബയോമാർക്കേഴ്സിനെ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അക്യൂട്ട് ഇഞ്ചറി അല്ലെങ്കിൽ ലീക്കേജ് മാർക്കർ, അതായത് അതിന്റെ ഫങ്ഷണൽ ലീക്കേജ് അല്ലെങ്കിൽ അവിടെ എന്താണ് ടിഷ്യൂ നശിക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന അക്യുമുലേറ്റ് ചെയ്യുന്ന ബയോമാർക്കേഴ്സ് ആണ് ട്രോപ്സൈ, എൻതോസിനെ, മയോഗ്ലോബിൻ, ക്രിയാറ്റിനൈനസ്, LDH. ഇനി ഫങ്ഷണലി ഹാർട്ടിന്റെ ആക്ടിവിറ്റി, ഹാർട്ട് സെൽസ് ഫങ്ഷണലി വീക്ക് ആവുമ്പോൾ വരുന്നതാണ് മാർക്കേഴ്സ് ആണ് BNP, C റിയാക്റ്റീവ് പ്രോട്ടീൻ, ANP അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പഠിക്കാനുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം നമ്മള് ബയോളജിക്കൽ മാർക്കേഴ്സ് ഫോർ MIയിൽ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ബയോളജി മാർക്കേഴ്സിനെ നമ്മൾ കോമൺലി രണ്ടായിട്ട് എൻസൈം പാർട്ട് എന്നും അതുപോലെ തന്നെ പ്രോട്ടീൻ പാർട്ട് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കും. അതിൽ നമ്മൾ CKMB, LDH, AST ആണ് ആ എൻസൈമിൽ ഇമ്പോർട്ടന്റ്. അതുപോലെ പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻ വരുന്ന മയോഗ്ലോബിൻ, ട്രോപ്പോണിൻ. ഇതിൽ മയോഗ്ലോബിൻ, ട്രോപ്പോണിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് റിലയബിൾ ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏത് വരും? ട്രോപ്പ് T ആൻഡ് ട്രോപ്പ് I. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a patient on a mechanical prosthetic mitral heart valve, the recommended INR for anticoagulant therapy with warfarin. അപ്പോൾ മെക്കാനിക്കൽ പ്രോസ്തറ്റിക് വാൾവ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കും? ആന്റികോയാഗുലന്റ് കൊടുക്കും. അപ്പം അവർക്ക് വരുന്ന വാർഫാറിന്റെ റേഞ്ച് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അറിഞ്ഞിരിക്കുക 1, 2, 3, 4. അപ്പം 3 ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് നോർമൽ ആയിട്ട് ബ്ലീഡിങ് ടൈം 1 to 3, CT എന്ന് പറഞ്ഞാൽ 4 to 6 ആണ്. ഇനി നമുക്ക് ഈ ബ്ലീഡിങ് ടൈമും അതുപോലെ തന്നെ ക്ലോട്ടിങ് ടൈമും ഇൻക്രീസിങ് ചെയ്യിക്കണം അല്ലെ. അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹെപ്പാരിനും അതുപോലെ തന്നെ വാർഫാറിനും ടാബ്ലറ്റ്സ് കൊടുത്തിട്ടാണ് അതിന്റെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം PT ഉള്ള ഒരു പേഷ്യൻസിന്റെ നോർമൽ വാല്യൂ 12 to 16 ആണ്. 12 to 16 ആണ്. അപ്പൊ നമ്മൾ അവിടെ ഹെപ്പാരിൻ എടുക്കുമ്പോൾ മോർ ദാൻ 30യും വാർഫാറിൻ എടുക്കുമ്പോൾ മോർ ദാൻ 40 വരെ എലിവേറ്റ് ചെയ്യും. APTT 30 to 60 ആണ്. ബ്ലീഡിങ് വേണ്ടി 80 വരും. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോട്ടിങ് ആകുമ്പോൾ എത്ര വരും? 100 റേഞ്ചിൽ പോകും. INR ആകുമ്പോൾ 1.3 to 2 സെക്കൻഡ്, 1.5, 2.5 to 3 എബോവ് വരും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 2.5 to 3 അല്ലെ. അപ്പൊ അവിടെ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most preferred site for intramuscular injection in children. Very simple question. Ventrogluteal, vastus laterally, deltoid, dorsogluteal. എല്ലാവർക്കും അറിയാം അല്ലെ. അറിഞ്ഞുകൂടാത്ത ആരുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ് ഏറ്റവും സേഫസ്റ്റ്. നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോലാറ്ററൽ തൈ അല്ലെങ്കിൽ വാസ്റ്റസ് ലാറ്ററലിസ് ആണ്. അപ്പം ഈ ടെക്നിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ടെക്നിക്കാണ്. കാരണം കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും ഫുള്ളി ഡെവലപ്പ് ചെയ്ത മസിലാണ്. അറ്റ് ബർത്തിൽ തന്നെ ഫുള്ളി ഡെവലപ്പ് ചെയ്ത മസിലാണ് എന്ന് പറയുന്ന വാസ്റ്റസ് ലാറ്ററലിസ്. അതുകൊണ്ടാണ് അത് സേഫ് ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള മസിൽസ് ഒക്കെ പതുക്കെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ, വാക്കിംഗ് സ്റ്റേജിലൊക്കെ ഡെവലപ്പ് ആയി വരത്തുള്ളൂ. ഇപ്പം ഡോഴ്സോഗ്ലൂട്ടിയൽ, വെൻട്രോഗ്ലൂട്ടിയൽ മസിൽസ് ഒക്കെ പതുക്കെ കൊണ്ടേ എന്ത് ചെയ്യത്തുള്ളൂ? ത്രൂ വാക്കിംഗ് അല്ലെങ്കിൽ മൂവ്മെന്റിലൂടെ ഒക്കെ ആ മസിൽ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷെ ബർത്തിൽ ഫുള്ളി ഡെവലപ്ഡ് മസിൽ ഓഫ് ഇൻഫന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വാസ്റ്റസ് ലാറ്ററലിസ്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൗൺ സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. അവിടെ ആൻസർ വന്നേക്കുന്നത് ട്രൈസോമി 18, 13, 21, 81. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രൈസോമി ആൻസർ ഈസ് ഓപ്ഷൻ C 21. ഓക്കെ. അപ്പം നമ്മൾ ട്രൈസോമി അറിഞ്ഞിരിക്കണം. ട്രൈസോമിയിൽ കുറെ ക്വസ്റ്റ്യൻ ഇത് കോമൺ ആയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. 45 XXX അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ഫീമെയിൽ എന്ന് വിളിക്കും. 47XY ഡൈനെ XY ഫീമെയിൽസ് എന്ന് വിളിക്കും. 45Xനെ ടർണേഴ്സ് സിൻഡ്രോം എന്നും 45XSYനെ ക്ലെയിൻഫെൽറ്റേഴ്സ്, 21 ഡൗൺ, 18 എഡ്വേഴ്സ്, 13 പാറ്റ് സിൻഡ്രോം. അപ്പൊ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വൺ വേർഡ് ആയിട്ടൊക്കെ
നമുക്ക് ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ജനറ്റിക്സിൽ വരുന്ന പാർട്ടാണ് 47. എക്സസ് ഫീമെയിൽ ഈസ് സൂപ്പർ ഫീമെയിൽ, അങ്ങനെ ഓരോന്ന് കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റേജസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് അഗ്ലി ഡഗ്ലിംഗ് സ്റ്റേജസ്. അപ്പം ഇത് ചൈൽഡിലെ പീഡിയാട്രിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സ്കൂൾ ഏജ്, ടോഡൽ, ഇൻഫൻസി, പ്രീ സ്കൂൾ, ഏത് സ്റ്റേജിലാണ് ഡക്ലിംഗ് ഇത് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് സ്കൂൾ ഏജ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് അവിടെ എന്ത് വരുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അഗ്ലി ഡഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ പ്രോബ്ലം ആണ്. അതായത് ഡെന്റൽ നമുക്ക് അത് ബിഹേവിയർ പ്രോബ്ലം ആണെന്ന് ചോദിക്കും. കാരണം കുട്ടികളെ ഫ്രണ്ട് മോണ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരു അവസ്ഥ വരുന്നതാണ്. കാരണം ആ പല്ലൊക്കെ അങ്ങോട്ട് വരുന്നതാണ്. അപ്പം ഇത് ഒരു ഓർത്തോഡോണ്ടിക് ടെമ്പററി പ്രോബ്ലം ആണ്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ വരും. പക്ഷെ പല പേരൻസും ടീച്ചേഴ്സും ഒക്കെ എന്താണ് ഇതൊരു അബ്നോർമൽ ഇറപ്ഷൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അതൊക്കെ കൊണ്ട് ഇത് നോർമൽ ആവും. അങ്ങനെയുള്ള ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഗ്ലി ഡഗ്ലി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് 74. വയസ്റ്റഡ് അപ്പിയറൻസ് വിത്ത് ഓൾഡ് മാൻ ലുക്ക് ഈസ് എ ടിപ്പിക്കൽ ഇൻ ഏതെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. കാഷ്യോർക്കർ, അനീമിയ, നെഫ്രൈറ്റിസ്, മരാസ്മസ്. എല്ലാവർക്കും അറിയാം ആൻസർ ഈസ് ഓപ്ഷൻ ഡി മരാസ്മസ്. അപ്പം കാഷ്യോർക്കറും മരാസ്മസും ഡിഫറൻസ് പഠിച്ചു വെക്കണം, സ്ഥിരം ചോദിക്കുന്നതാണ്. കാഷ്യോർക്കർ ഒരു തടിച്ച ആളും മറ്റ് മരാസ്മസിൽ ഒരു മെലിഞ്ഞ ഒരു കുട്ടിയുമാണ് അവിടെ വരുന്നത്. സെല്ലിംഗ് ഓഫ് എഡിമ കാണും, ഹെയർ ഒക്കെ കോർസലായിരിക്കും, മൂൺ ഷേപ്പിലായിരിക്കും അല്ലെ, മൂൺ ഷേപ്പ് വരും. പിന്നെ സ്കിന്നൊക്കെ സ്വാളി ആയിരിക്കും, അബ്ഡമൻ എന്തായിരിക്കും സൊള്ളനായിരിക്കും, മസിൽ എല്ലാം ഫാറ്റി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും നോർമൽ ഹെയർ ഒക്കെ ഉണ്ട്, പക്ഷെ എന്തായിരിക്കും ഓൾഡ് മാൻ്റെ ലുക്ക് ആയിരിക്കും അല്ലെ. ഓക്കെ, നോർമൽ ഹെയറും ഫേസും എല്ലാം അപ്പിയറൻസ് വരുമ്പോൾ ഓൾഡ് മാൻ ആയിരിക്കും. ലിംഫിലൊക്കെ എന്താണ് ലിറ്റിൽ മസിലാണ് വരുന്നത്. പിന്നെ വെരി അണ്ടർ വെയിറ്റ് ബോഡി ആയിരിക്കും ബേബി വരുന്നത്. അത്രയാണ് ഇതില് പറയാനുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A child is prescribed with oral paracetamol 550 mg. The drug is available in a syrup containing 250 mg IM. Calculate the required amount. ഇപ്പോൾ ഒരു ചൈൽഡിന് പാരസെറ്റമോൾ 550 മില്ലിഗ്രാം ഓർഡർ ചെയ്തു അല്ലെ, സെറ്റ് പ്രിസ്ക്രൈബ്ഡ്. ദ ഡ്രഗ് ഈസ് അവൈലബിൾ ഇൻ എ സിറപ്പ് കണ്ടെയ്ൻ 250 milligram in 5 ml. അപ്പം നമ്മൾ എത്ര എം എൽ കൊടുത്താലാണ് കുട്ടിക്ക് 550 ml കിട്ടുന്നതെന്ന് ചോദിക്കാം. അപ്പം നമുക്ക് 13 ml, 11 ml, 10.5 ml, 9 ml. അപ്പൊ അവിടെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ചെയ്യേണ്ടത് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇത് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഡോസ് 250 mg 5 ml-നകത്തുണ്ട് അല്ലെ, 250/5. അങ്ങനെയാണെങ്കിൽ 550 mg-ക്ക് എത്ര എക്സ് എന്ന് പറയുന്നത് എത്ര ml ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 250 x ഈക്വൽ ടു 550 × 5. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ആദ്യം നമ്മുടെ കയ്യിലുള്ള മില്ലിഗ്രാം ബൈ എത്ര ml, നമ്മുടെ കയ്യിലുള്ള മരുന്ന് എത്ര ml ഈക്വൽ ടു നമുക്ക് എത്ര ml ഈക്വൽ ടു സമം നമുക്ക് എത്ര ml വേണമെങ്കിൽ എത്ര വേണം, എത്ര മില്ലിഗ്രാം 550 മില്ലിഗ്രാമിന് എത്ര ml മരുന്ന് വേണമെന്നുള്ളത് ചോദ്യചിഹ്നം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. ആ എക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 250x 550 × 5 എന്നൊരു അതിൽ നിന്ന് എക്സിനെ എടുക്കാൻ 550 × 5 / 250. അപ്പം 0 വെട്ടിപ്പോയിട്ട് ബാക്കി 55 × 5/25. 55 × 5 എന്ന് പറയുന്നത് 275/25. അപ്പം ആൻസർ എത്രയായിട്ടും 11 ml. അപ്പൊ ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഫോർമുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഈസി. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. The voluntary blocking of distressing thought of feeling from one's awareness. അപ്പം the voluntary blocking of distressing thought or feeling from one's awareness. ഓപ്ഷൻ തന്നേക്കുന്ന റിപ്രഷൻ, റിഗ്രഷൻ, സബ്രഷൻ, സബ്ലിമേഷൻ. അപ്പം ഇത് സൈക്കാട്രി അതുപോലെ തന്നെ സൈക്കോളജിയിലെയും ഡിഫൻസ് മെക്കാനിസം. നമുക്കൊരു ആൻസൈറ്റി അല്ലെ, ആൻസൈറ്റി വരുമ്പോൾ അതായത് നമ്മുടെ ഈഗോ, ഈഗോ, സൂപ്പർ ഈഗോ, ഇതിനൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മൾ ആ ആൻസൈറ്റിയെ ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. കാരണം നമ്മൾ ഫിസിയോളജിക്കലായിട്ടല്ല, നമ്മൾ സൈക്കോളജിക്കൽ പരമായി നമ്മുടെ മൈൻഡ് യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം നിന്ന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നല്ലതുപോലെ അത് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ വോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് ഡിസ്ട്രസിങ് തോട്ട് ഓർ ഫീലിംഗ് ഫ്രം വൺസ് അവയർനെസ്, ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ നമുക്ക് എന്ത് വരുന്ന കറക്റ്റ് ആൻസർ വരുന്ന. സപ്രഷൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇവിടെ ഓരോന്നോരോന്ന് നോക്കുക. റിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇസ് അൺകോൺഷ്യസ്ലി റിമൂവിങ് ഐഡിയ ഓർ ഫീലിംഗ് ഫ്രം കോൺഷ്യസ്നെസ്. അപ്പം നമുക്ക് എന്തെങ്കിലും റിപ്രഷൻ എന്തെങ്കിലും
നേരത്തെ നമ്മളെ ഭൂതകാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള ഐഡിയാസോ തോട്ടോ അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആ മൈൻഡിൽ നിന്ന് അല്ലെ നമ്മളെ മൈൻഡിൽ നിന്ന് അത് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തു പോവുകയും പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിപ്രഷൻ. അൺകോൺഷ്യസ്ലി റിമൂവിങ് ഐഡിയ ഓർ ഫീലിംഗ് ഫ്രം ദ കോൺഷ്യസ്നെസ്. അപ്പൊ അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. മാൻ ഹു സർവൈഡ് 6 months in a concentration camp cannot recall anything about his life that time period. അപ്പം ഒരാൾക്ക് ഒരു ഭയങ്കര ഒരു ക്യാമ്പിൽ വർക്ക് ചെയ്യും അല്ലെ, ഒരു 6 മാസത്തോളം ഒരു ക്യാമ്പിൽ ചെയ്തു. പക്ഷെ അത് അയാൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെ താമസിച്ചിരുന്ന ഒരു കാലം. പിന്നീട് ലേറ്റർ ലൈഫിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളോ അങ്ങനെ അവിടെ താമസിച്ചുള്ള അനുഭവങ്ങളോ ഒന്നും തന്നെ അങ്ങേർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിപ്രഷൻ. അടുത്ത റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്ക് തിരിച്ച് നമ്മുടെ ബാക്ക്വുഡിലോട്ട് അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ. റിട്ടേണിങ് ടു ആൻ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ പഴയതിലോട്ട് തിരിച്ചു പോകുന്നതാണ് അല്ലെ. അപ്പം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈംസിൽ ഇപ്പം നോർമലായിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പം നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ നമ്മൾ ബേബി ടോക്ക് അല്ലെ, നമുക്ക് ഒന്നും അറിഞ്ഞൂടാത്ത മട്ടിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് റിഗ്രഷൻ. ഇനി അടുത്ത സപ്രഷൻ അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സപ്രഷൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് തന്നെ അതെന്ത് ചെയ്യും, അത് നമ്മൾ റിമൂവ് ചെയ്യും. നമ്മൾ ഇനി അങ്ങോട്ട് ആലോചിക്കുന്നില്ല. അപ്പം ഒരു പേഷ്യൻസിന് ക്യാൻസർ ആണെന്ന് വെച്ചോ, ക്യാൻസറിന്റെ വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളി എന്ത് ചെയ്യും, അത് ആ മൈൻഡിൽ നിന്ന് ആ ക്യാൻസറിന്റെ വിഷമങ്ങളും കാര്യങ്ങളും മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു പുതിയ ലൈഫ് മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന സപ്രഷൻ. അപ്പൊ നമ്മളെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ഐഡിയയെ മാറ്റുന്നത് സപ്രഷനും, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് മാറ്റുന്നത് റിപ്രഷൻ. ഇനി അടുത്ത് സബ്ലിമേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസിനെ സോഷ്യലി അക്സെപ്റ്റബിൾ മാനർ. അപ്പൊ നമ്മളെ പറ്റി ഒരു അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ് ആണ്, നമ്മൾ കൊള്ളത്തില്ല എന്ന് സോഷ്യലി മൊത്തം ആൾക്കാരുടെയും വിചാരമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ നല്ലതാണെന്ന് കാണിക്കാൻ ജീവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചേഞ്ച് ആയി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സബ്ലിമേഷൻ. ചാനലിംഗ് ഓഫ് ആൻ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ് ഇൻ ടു എ സോഷ്യലി അക്സെപ്റ്റബിൾ ഡയറക്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത് സബ്ലിമേഷൻ. ഇങ്ങനെ കുറെ ഇനി ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിലൊന്നും എക്സാമ്പിൾ ഇട്ട് വേണം പഠിക്കാൻ. എല്ലാത്തിന്റെ എക്സാമ്പിൾ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഓപ്ഷൻ തന്നേക്കുന്നത് 1981, 1985, 1990, 1982. അപ്പൊ ഏത് വരും ആൻസർ? അപ്പൊ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1982 അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ അറിഞ്ഞിരിക്കണം 1982 നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, 1996 ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഇനി 2017 നാഷണൽ മെന്റൽ ഹെൽത്ത് കെയർ പ്രോഗ്രാം, നാഷണൽ മെന്റൽ ഹെൽത്ത് ആക്ട് 1987 അല്ലെ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നാഷണൽ മെന്റൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ട്, ലൂണസി ആക്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എല്ലാം പഠിച്ചോണം. ഇയർ എല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഓർ ഡിസ്ക്രൈബ് ഓൺസ് ഇമോഷൻ ഓർ മൂഡ്. അപ്പം നമുക്ക് നമ്മുടെ മൂഡോ ഇമോഷൻസോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. ഇവിടെ അലക്സ്തീമിയ, അൻഹെഡോണിയ, അപ്പതി, ഓട്ടിസം. അലക്സിതൈമിയ, അൻഹെഡോണിയ, അപ്പതി, ഓട്ടിസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓരോ വേർഡ്സും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. അവിടെ ആൻസർ ആയിട്ട് നമുക്ക് ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഡിസ്ക്രൈബ് ഓൺസ്, നമ്മുടെ മൂഡോ ഇമോഷൻസോ നമുക്ക് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അലക്സിതൈമിയ എന്ന് പറയും. പേഴ്സൺ ആർ ഡിഫിക്കൽറ്റ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്രസ് ഇമോഷൻ. അൻഹെഡോണിയ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു എക്സ്പീരിയൻസ് എ പ്ലഷറബിൾ ഫീലിംഗ്. ഒരു പ്ലഷറബിൾ ഫീലിംഗ് വന്നില്ലെങ്കിൽ അതിനെ അൻഹെഡോണിയ എന്നും. അപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമോഷണൽ സപ്രഷൻ അല്ലെങ്കിൽ എന്ത് പറയും, is an state of indifference or suppression of emotion അല്ലെ. എക്സൈറ്റ്മെന്റ്, മോട്ടിവേഷൻ, അതൊക്കെ നമ്മൾ ഡിപ്രഷനോട് അനുബന്ധിച്ചിട്ടാണ് വരുന്നത്. ഓട്ടിസം അറിയാം, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് മെയിൻലി ഇൻക്ലൂഡിങ്
സോഷ്യൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഓട്ടിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് 79. എക്സാഗ്രേറ്റഡ് കൺസേൺ ഓവർ ഹിസ് ബോഡി ഹെൽത്ത് ഈസ് നോൺ ആസ് എന്തെന്നാണ് ചോദിച്ചേക്കുന്ന ആൻസർ ഒബ്സഷൻ, ഡെലൂഷൻ, ഹൈപ്പോകോൺട്രിയാസിസ്, കൺവേർഷൻ. ഒബ്സഷൻ, ഡെലൂഷൻ, ഹൈപ്പോകോൺട്രിയാസിസ് ആൻഡ് കൺവേർഷൻ. അവിടെ ഓപ്ഷൻ തന്നേക്കുന്നത് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഒബ്സഷൻ എന്ന് പറഞ്ഞ പെർസിസ്റ്റന്റ് ഡിസ്റ്റർബിംഗ് പ്രീ ഒക്കുപേഷൻ വിത്ത് ഓഫ്റ്റൻ അൺറീസണബിൾ ഐഡിയ ഓർ ഫീലിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്സഷൻ. ഇനി ഡെലൂഷൻ എല്ലാവർക്കും, അപ്പം ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മളെ ഒരു തോട്ട് അല്ലെ, ഒബ്സസീവ് ഫീലിംഗ്, എ പെർസിസ്റ്റന്റ് ഡിസ്റ്റർബിംഗ് പ്രീ ഒക്കുപേഷൻ വിത്ത് ആൻ അൺറീസണബിൾ ആയിട്ട്, ഒരു വ്യക്തമായ കാരണങ്ങളോ ഇല്ലാതെ ഉള്ള തോട്ട് അല്ലെ, അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇനി അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെ നല്ല കമ്പൽസറി ആക്റ്റീവ് എന്ന് പറയും. ഇനി ഡെലൂഷൻ അറിയാം, ഫോൾസ് ഫിക്സഡ് ബിലീഫിനെയാണ് നമ്മൾ എന്താ ഡെലൂഷൻ. ഹൈപ്പോകോൺട്രിയാസിസ് എക്സാഗ്രേറ്റഡ് ഹെൽത്തിനെ പറ്റിയുള്ള നമ്മുടെ എക്സാഗ്രേറ്റഡ് സിംറ്റംസിനെ നമുക്ക് എന്താ പറയാം ഹൈപ്പോകോൺട്രിയാസിസ്. കൺവേർഷൻ അറിയാം, ഇറ്റ്സ് എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഇൻ വിച്ച് പേഴ്സൺ ബ്ലൈൻഡ്നെസ്, പാരാലിസിസ് ആൻഡ് അതർ നെർവസ് സിസ്റ്റം സിംറ്റംസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ മെഡിക്കൽ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്. അപ്പൊ പേഷ്യൻസ് ഒരുപാട് മെഡിക്കൽ കംപ്ലൈൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് പറയുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, ഹെൽത്ത് കെയറിന് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ എ മെഡിക്കൽ വാല്യൂഷൻ. ഒരു സ്കാനിങ്ങിലോ ഒരു ബ്ലഡ് ടെസ്റ്റിലോ ഒന്നും തന്നെ ആ കുഴപ്പം കണ്ടുപിടിക്കാൻ വരാതെ അങ്ങനെ വരുന്നതാണ് കൺവേർഷൻ ഡിസോർഡർ. അപ്പം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈക്കാട്രി. അപ്പം ഇതും സൈക്കാട്രി എന്ന് വന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് 80, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൽ ഡിസോർഡർ എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ. റൈറ്റിംഗ് ഓർ പിക്ചോറൽ ആർട്ട് ഹൂസ് സോൾ എയിം ടു അറൗസ് ദ സെക്ഷൽ പാഷൻ ഓഫ് ദ റീഡർ ഓർ വ്യൂവർ ഈസ് കോൾഡ്. അപ്പം പിക്ചറിലായിട്ടോ റൈറ്റിങ്ങോ അതുപോലെ തന്നെ പിക്ചറിലൂടെയോ എയിം ടു അറോസ് ദ സെക്ഷൽ പാറ്റേൺ ഓഫ് റീഡർ ടു വ്യൂസ്. അങ്ങനെ സെക്ഷൽ പാഷൻ പ്രകടമാക്കുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രോണോഗ്രാഫി, ഇൻസെറ്റ്, സെഡക്ഷൻ, പ്രൊമിക്സിക്വിറ്റി. അപ്പം പിക്ടോറിയൽ ആർട്ട്, അപ്പം പിക്ചർ ഇതിലും റൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെക്ഷലിൽ വരുന്ന പ്രോണോഗ്രാഫിയാണ് പറയുന്നത്. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അത് സെഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സെഡ്യൂസ് ദ എൻഗേജിങ് ടു സെക്ഷൽ ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ ഹീസ് എ ഹ്യൂമൻ സെക്ഷൽ ആക്ടിവിറ്റി ബിറ്റ്വീൻ ഫാമിലി മെമ്പർ, ക്ലോസ് റിലേറ്റീവ്സ്. ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിനെ ഇൻസെസ്റ്റ് എന്ന് പറയും. സെഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ടു എൻഗേജിങ് ഇൻ സെക്ഷൽ ബിഹേവിയറിനെ സെഡക്ഷൻ എന്നും. പ്രൊമിക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജിങ് ഇൻ സെക്ഷൽ ആക്ടിവ് ഫ്രീക്വന്റ്ലി വിത്ത് ഡിഫറെന്റ് പാറ്റേൺസ്. ഡിഫറെന്റ് പാറ്റേൺസുമായിട്ട് ഫ്രീക്വന്റ്ലി സെക്ഷൽ ഇത് വരുന്നതാണ് എന്തെന്ന് പറയുന്ന പ്രോമിക്സ്ക്യൂറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലെ വീഡിയോ. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഷെയറിംഗ് ഒന്നും അഡ്വൈസബിൾ അല്ല നമ്മുടെ മെറ്റീരിയൽ.